ഹലോ ചിൽഡ്രൻ, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. സ്റ്റേ അറ്റ് ഹോം ആൻഡ് സ്റ്റേ ഹെൽതി. So we can continue with the question answers of Chapter 1 English Class 10 Adventures in Banyan Tree. So the next question is question number 7. How did the cobra regard his opponent? Were they true warriors? എങ്ങനെയാണ് കോബ്ര തൻ്റെ എതിരാളിയെ കണ്ടിരുന്നത്? എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്? Were they true warriors? അവർ യഥാർത്ഥ യോദ്ധാക്കളായിരുന്നു. Answer: The cobra regarded his opponent as a superb fighter, clever and aggressive. കോബ്ര എങ്ങനെയാണ് തൻ്റെ ഒപ്പോണൻറ്റിനെ കരുതിയത്? ഒരു യഥാർത്ഥ ഫൈറ്ററായിട്ടാണ്, ഒരു എക്സലൻറ്റ് ഫൈറ്ററായിട്ടാണ്, വളരെ ബുദ്ധിമാനായിട്ടാണ്. ഓർ എഗ്രസീവ് മീൻസ് ആക്രമിക്കാൻ കഴിവുള്ള ആൾ, കെൽപ്പുള്ള ആൾ, ആക്രമണാസക്തനായ ഒരാളായിട്ടാണ് കരുതിയിരുന്നത്. ദേ വർ ട്രൂ വാരിയേഴ്സ് ആസ് ദേ ഫൗട്ട് വാലിയൻ്റ്ലി. അവരെ നമുക്ക് യഥാർത്ഥ യോദ്ധാക്കളാക്കി കണക്കാക്കാം, കാരണം അവർ വളരെ ധീരതയോടെ പോരാടിയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ മങ്കൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് ആ മങ്കൂസ്, കീരി, ആ പാമ്പിൻ്റെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് രക്ഷ നേടാൻ സാധിച്ചത്? Answer: The mongoose pushed his tail, the long hair on his spine stood up. The very thickness of his hair saved him from the bites of the snake. മങ്കൂസ് ആ ഫൈറ്റിനിടയ്ക്ക് അതിൻ്റെ വാല്, അതിൻ്റെ ടെയിൽ ബുഷപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിങ്ങനെ കുത്തനെ നിർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹെർ സ്പൈൻ സ്റ്റുഡ് അപ്പ്. അതേ സമയം തന്നെ അതിൻ്റെ സ്പൈൻ, അതിൻ്റെ നട്ടലിലുള്ള, അതിൻ്റെ ബോഡിയിലുള്ള ഹെയേഴ്സൊക്കെ കുത്തനെ എഴുന്നേറ്റ് നിന്നു. അപ്പം ഈ ഹെയേഴ്സിനൊക്കെ വളരെ കട്ടിയുള്ള ഹെയേഴ്സാണ് ഇതിൻ്റെ ബോഡിയിലുള്ളത്. അപ്പോൾ ആ ഒരു തിക്നെസ് കൊണ്ട് തന്നെ അത് പാമ്പിൻ്റെ കടിയിൽ നിന്നും അത് രക്ഷ നേടുകയാണ്, അല്ലെങ്കിൽ അതിന് പാമ്പിൻ്റെ കടി ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. 9th question: The cobra was a good fighter. Pick out one of his fighting techniques. കോബ്ര ഒരു നല്ലൊരു ഫൈറ്ററായിരുന്നു. ആ ഒരു അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു കോബ്രയുടെ ഫൈറ്റിംഗ്, നമ്മൾ നൈപുണ്യം എന്നൊക്കെ പറയില്ലേ, അത് കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. കോബ്ര ഡിഫെൻസീവ് പാർട്ടിൽ നിന്നുകൊണ്ട് തന്നെ, പ്രതിരോധിക്കാൻ നിന്നുകൊണ്ട് തന്നെ, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് പതുക്കെ ഇങ്ങനെ ആടിയുലയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മങ്കൂസിന് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. അത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് കൊണ്ടിരിക്കുകയായിരുന്നു. ട്രൈങ് ടു മെസ്മറൈസ്. ആരെയാണ് അത് വിഭ്രാന്തനാക്കിയത്, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്തത്? മങ്കൂസിന് മനസ്സിലാവാൻ പറ്റില്ല, ആകെ കൺഫ്യൂഷനായി. അവൻ എവിടെയാണ് നിൽക്കുന്നതിന് അവനൊരു യഥാർത്ഥ പൊസിഷൻ കൊടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി മാറി. ഇൻ ടു മേക്കിംഗ് എ ഫാൾസ് മൂവ്, അവന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അത്. His great hood came down so swiftly that the writer thought the mongoose would be killed. അവൻ്റെ ആ ഹൂഡ് എന്ന് പറഞ്ഞാൽ ഫണം എന്ന് പറയുന്നത്, പത്തി അല്ലെങ്കിൽ ഫണം എന്ന് പറയുന്നത്, അത് പെട്ടെന്ന് തന്നെ താഴ്ന്നു. എങ്ങനെ നമുക്കറിയാം, മറ്റൊരാൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ടി വിയിലൊക്കെ അല്ലേ, അത് എന്തിനെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹുഡ് ഇങ്ങനെ താഴ്ത്തിയിട്ട് ചീറ്റുന്നത്. അപ്പം അത് ആ ചീറ്റുന്നത് കണ്ടതുകൊണ്ട് തന്നെ റൈറ്റർ വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ആ കുട്ടി വിചാരിച്ചു, എന്ത്, ആ മങ്കൂസിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാകുന്നു. Next question: The mongoose proved that he was clever. Can you cite any instance of his cleverness? മങ്കൂസ് തെളിയിച്ചിട്ടുണ്ട് അവൻ നല്ല ബുദ്ധിമാനാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണം ഈ കഥയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ: We can write like this. When the cobra struck, കോബ്ര അതിനെ സ്ട്രൈക്ക് ചെയ്ത സമയത്ത്, അതായത് അതിൻ്റെ മേലേക്ക് ചീറ്റിയ സമയത്ത്, ദ മങ്കൂസ് ജംപ് നീറ്റ്ലി ടു വൺ സൈഡ്. മങ്കൂസ് പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. ആൻഡ് ഡാർട്ടഡ് ഇൻ സ്വിഫ്റ്റ്ലി, ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തു, വളരെ സ്വിഫ്റ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ അറ്റാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്, സ്നേക്കിനെ കടിച്ചുകൊണ്ട്. ദെൻ ഹി ഡാർട്ടഡ് അവേ ഫ്രം ദ സ്നേക്ക് ഔട്ട് ഓഫ് ഹിസ് റീച്ച്. ആ ഒരു കടി കൊടുത്ത ഉടനെ തന്നെ അത് വളരെ സ്വിഫ്റ്റ്ലി ആയിട്ട്, ശരവാണം വിട്ട പോലെ തന്നെ അത് വേറൊരു ഡയറക്ഷനിലേക്ക് മാറുകയാണ്. ഔട്ട് ഓഫ് ഹിസ് റീച്ച്, അവൻ്റെ റീച്ചിൽ, അവൻ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ അതിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. What were the reactions of the spectators when the cobra struck? ഈ കോബ്രയുടെ ആക്രമണ സമയത്ത് സ്പെക്ടാക്ടേഴ്സ്, അതായത് കാണികളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവിടെ 2 പേരാണ് കാണികളായിട്ടുണ്ടായിരുന്നത്, ഒരു കാക്കയും ഒരു മൈനയും.
ദി ഹേൾ ദെംസെൽസ് അറ്റ് ഹിം. രണ്ടുപേരും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. ബട്ട് ദേ കൊലൈഡഡ് ഇൻ മിഡ് എയർ. പക്ഷേ രണ്ടാൾക്കും കോബ്രയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും പരസ്പരം എയറിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത്. ആൻഡ് റിട്ടേൺ ടു ദ കാക്ടസ് മേക്കിംഗ് ആംഗ്രി നോയ്സസ് അറ്റ് ഈച്ച് അതർ. അവർ രണ്ടുപേരും അങ്ങനെ തിരിച്ചു വന്നു. കാക്ടസിൻ്റെ മുകളിലായിരുന്നു, ആ കള്ളിമുൾ ചെടിയുടെ മുകളിലായിരുന്നു ഇരുന്നിരുന്നത്. അവിടേക്ക് തന്നെ തിരിച്ചു വന്ന് പരസ്പരം കുറ്റം പറയുകയായിരുന്നു. രണ്ടുപേരും ദേഷ്യത്തോടു കൂടി ശബ്ദമുണ്ടാക്കുകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? എങ്ങനെയാണ് കാക്ക സ്വയം ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ സ്വയം കുഴപ്പത്തിലേക്ക് ചാടിയത്? ആൻസർ, ദ മൈന ആൻഡ് ദ ക്രോ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദേ മിസ്ഡ് ഹിം. മൈനയും ക്രോവും കോബ്രയുടെ നേരെ ചാടുകയാണ് ഉണ്ടായത്, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ പരസ്പരം കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത്. മിസ്ഡ് ദ കോബ്ര. ദ മൈന ഫ്ലൂ ബാക്ക് ടു സേഫ്റ്റി. മൈന തിരിച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തി. ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. അത് ഒന്ന് ഉയർന്നെഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടി തിരിച്ചു വന്നു. ഇൻ ദ സെക്കൻഡ് ദാറ്റ് it took him to do this, the cobra struck him with great force and it proved fatal for the crew. രണ്ടാം തവണയും ഇതുപോലെ ചെയ്ത സമയത്ത്, ആ കോബ്ര ആക്രമിച്ച സമയത്ത് അതിന് അവിടെ നിന്ന് രക്ഷ നേടാനായില്ല ക്രോയ്ക്ക്. ആൻഡ് ഇറ്റ് പ്രൂവ്ഡ് ഫേറ്റൽ ഫോർ ദ ക്രൂ. അത് വളരെ ദുരന്തത്തിലാണ് അവസാനിച്ചത്. കോബ്രയുടെ ഒരു ദുരന്തമായ രീതിയിലാണ് അത് അവസാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 13th ക്വസ്റ്റ്യൻ, വൈ ഇസ് ദ മൈന സെഡ് ടു ബി വൈസ്? മൈനയെ നമ്മൾ ബുദ്ധിമാനാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ സ്റ്റോറിയിൽ? ആൻസർ, വെൻ ദ മൈന സോ ഇറ്റ് മിസ് ദ കോബ്ര വെൻ ഇറ്റ് ഡൈവ്ഡ് അറ്റ് ഇറ്റ് ഫ്ലൂ എവേ ഇൻ ടു സേഫ്റ്റി ആൻഡ് പേർച്ച്ഡ് ഓൺ ദ കാക്ടസ്. അതിന് കോബ്രയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അതിന് പകരം കാക്കയും മൈനയും തമ്മിൽ കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത്. അപ്പോഴത് മനസ്സിലായി സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് മാറി സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വേണ്ടത് അതിന് മനസ്സിലാവുകയും അത് കാക്ടസ് ചെടിയുടെ മുകളിൽ വന്നിട്ട് ഇരിക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സെഡ് ടു ബി വൈസ്. അതുകൊണ്ടാണ് അതിനെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമതും തിരിച്ച് കോബ്രയുടെ അടുത്തേക്ക് പോയില്ല. ബട്ട് ദ ഫൂളിഷ് ക്രോ ഗോട്ട് കിൽഡ്. രണ്ടാമതും അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് അവിടെ കാക്ക ചത്തു വീഴുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വൺ ദ ബാറ്റിൽ? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? ആരാണ് യുദ്ധത്തിൽ ജയിച്ചത്? എന്തുകൊണ്ടാണ് മൈന ആ കള്ളിമുൾ ചെടീൻ്റെ ഉള്ളിലേക്ക് പോയത്? ദ ബാറ്റിൽ വാസ് വൺ ബൈ ദ മങ്കൂസ്. ആ ബാറ്റിലിൽ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ വിജയിച്ചത് കീരിയായിരുന്നു. ദ മൈന പിയർഡ് ഇൻ ടു ദ ബുഷസ് ടു സീ ഇഫ് ദ കോബ്ര വാസ് റിയലി ഡെഡ് സോ ദാറ്റ് ഇറ്റ് കുഡ് കൺഗ്രാജുലേറ്റ് ദ മങ്കൂസ്. എന്തിനാണ് മൈന അവിടെ പോയിട്ട് കള്ളിമുൾ ചെടിയുടെ ഉള്ളിലൂടെ അവർ സുരക്ഷിതമായി അവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ? അവിടുന്ന് അത് നോക്കിയത് എന്തറിയാൻ വേണ്ടിയിട്ടായിരുന്നു? കോബ്ര ചത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവിടെ കോബ്ര മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാണ്ടഡ് ടു കൺഗ്രാജുലേറ്റ് ദ മങ്കൂസ്. അതിന് പോയിട്ട് മങ്കൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യണമായിരുന്നു. വാട്ട് പ്രിവെൻറ്റഡ് ദ ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിങ് ദ മങ്കൂസ്? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ മങ്കൂസിനെ വളർത്താതിരുന്നത്? ആൻസർ, ഗ്രാൻഡ് ഫാദർ ന്യൂ ദാറ്റ് എ വൈൽഡ് മങ്കൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ടേംഡ് വൺ. ദിസ് നോളജ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം ടേമിങ് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു നമ്മൾ വൈൽഡായിട്ടുള്ള മങ്കൂസ്, അതായത് നമ്മൾ വളർത്താത്ത അവിടെ എവിടെയും കാട്ടിലൊക്കെ അലഞ്ഞു തിരിക്കുന്ന മങ്കൂസ്, അവർക്കായിരിക്കും കൂടുതൽ ആക്രമണ ശക്തിയും അല്ലെങ്കിൽ കൂടുതൽ അവരെ കൊണ്ടായിരിക്കും യൂസ്ഫുൾനെസ് ഉണ്ടാക്കുക. നമ്മൾ വളർത്തുന്ന മങ്കൂസ് ആകുമ്പോൾ അത്രയും തന്നെ അതിന് നാച്ചുറൽ ടെക്നിക്സ് ഒന്നും ഫൈറ്റിംഗ് ടെക്നിക്സ് ഒന്നും അറിയുണ്ടാവില്ല. എങ്ങനെയാണ് പാമ്പിനെ നേരിടേണ്ടത്, പാമ്പിനെ കൊല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വളർത്തുന്ന മങ്കൂസിന് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹീ പ്രിഫേർഡ് ദ വൈൽഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ഫോർഗിവ് ദ മങ്കൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? ആ കോഴിമുട്ട മോഷ്ടിച്ചതിൽ മങ്കൂസിന് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ അതിന് മാപ്പ് കൊടുത്തത്? ആൻസർ, grandmother forgave the mongoose for stealing the eggs because it kept the garden clear of snakes and it did not do any harm to the chicken. ഗ്രാൻഡ് അതിന് മാപ്പ് കൊടുക്കാനുള്ള കാരണം ഈ മങ്കൂസ് ഗാർഡനിലുള്ളിടത്തോളം കാലം തന്നെ പാമ്പുകളുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല ഗാർഡനിൽ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് കോഴികൾക്ക് ഒരു ഉപദ്രവവും അതുവരെ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് മങ്കൂസ് കോഴിമുട്ട കഴിച്ചതുകൊണ്ട്, അത് മോഷ്ടിച്ച് കഴിച്ചതുകൊണ്ടും ഗ്രാൻഡ് മദർ അതിന് മാപ്പ് കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? നമ്മുടെ അണ്ണാറക്കണ്ണൻ്റെ പുതിയ ചങ്ങാതി ആരായിരുന്നു?
The new friend of the squirrel was a white rat that grandfather had bought from the bazaar. They enjoy their friendship by going off together on excursions among the branches. Finally, the squirrel and the white rat mated and had babies. നമ്മുടെ പുതിയ സുഹൃത്ത് സ്ക്വയറലിൻ്റെ പുതിയ സുഹൃത്ത് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്നും കൊണ്ടുവരുന്നിരുന്ന ഒരു വൈറ്റ് റാറ്റാണ്. അവർ വളരെ നല്ല ഫ്രണ്ട്സായി, അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തു. അവർ മരങ്ങളിലൊക്കെ ഓടിച്ചാടി നടന്ന് അവരുടെ സൗഹൃദം പുതുക്കി. അങ്ങനെ അവസാനം അവർ തമ്മിൽ മെയ്റ്റ് ചെയ്ത് അവർക്ക് ബേബീസ് ഉണ്ടാവുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്വയറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്? എങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലായത് സ്ക്വയറൽ അതിൻ്റെ കൂടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്? ആൻസർ: ദ ബോയ് കെയിം ടു നോ ദാറ്റ് ദ സ്ക്വയറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ് when he discovered straw and grass falling out of his pockets. Later he saw the knitting of his grandmother in the nest of the tree. There were 3 baby squirrels in the wool. എങ്ങനെയാണ് മനസ്സിലായത്? The boy came to know that the squirrel was building a nest when he discovered straw and grass falling out of his pockets. അവൻ്റെ പോക്കറ്റിൽ നിന്നും സ്ട്രോയും, അതായത് വൈക്കോൽ തുരുമ്പുകളും പുല്ലുകളും ഒക്കെ വീഴുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി ആ അണ്ണാറക്കണ്ണൻ തൻ്റെ കൂടുണ്ടാക്കുന്നതിലുള്ള തിരക്കിലാണെന്നുള്ളത്. അതിനുശേഷം അവന് കാണാൻ സാധിച്ചു അവൻ്റെ മുത്തശ്ശിയുടെ നിറ്റിംഗ് നീഡിൽ, അതിൻ്റെ വൂൾ, നമ്മൾക്കറിയാം സ്വെറ്ററൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ, നിറ്റിംഗ് നീഡിൽ ഉപയോഗിച്ചിട്ട്, വൂൾ ഉപയോഗിച്ചിട്ട്. അപ്പം നിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ നൂൽ അതൊക്കെ അവൻ എവിടെ കാണാൻ തുടങ്ങി? ആ ട്രീയുടെ ബ്രാഞ്ചസിൽ, നെസ്റ്റിലൊക്കെ കൊണ്ട് വെച്ചതായി അവന് കാണാൻ സാധിക്കുകയുണ്ടായി. There were 3 baby squirrels in the wool. ആ നിറ്റിംഗ് വൂളിൻ്റെ അതുകൊണ്ടുണ്ടാക്കിയ കൂട്ടിൻ്റെ ഉള്ളിൽ 3 babies ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു അവന് മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങൾ അല്ലേ. അവൻ്റെ പോക്കറ്റിൽ വൈക്കോൽ തുരുമ്പുകളും പുല്ലുകളും ഒക്കെ കണ്ടു. പിന്നെ മുത്തശ്ശിയുടെ നിറ്റിംഗ് വൂൾ, അതായത് സ്വെറ്ററൊക്കെ ഉണ്ടാക്കുന്ന നൂല്, അത് മരത്തിൻ്റെ കൊമ്പിലുണ്ടായിരുന്നു, അതിൻ്റെ നെസ്റ്റിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ നെസ്റ്റിൻ്റെ ഉള്ളിൽ 3 babiesനെ അവന് കാണാൻ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? എന്ത് ഒരു അത്ഭുതമാണ് നമ്മുടെ പ്രകൃതി ആ കൂട്ടിൽ ഒരുക്കിയിരുന്നത്? The wonder nature had kept for them was the 3 white baby squirrels in the nest. ആ മഹാ അത്ഭുതം പ്രകൃതി ഒരുക്കിയിരുന്നത് എന്തായിരുന്നു? 3 baby squirrels, 3 കുഞ്ഞി അണ്ണാറക്കുട്ടന്മാരുണ്ടായിരുന്നു ആ കൂട്ടിൽ. Grandfather said that rats and squirrels were related and it was possible for them to have offspring if they mated. ഗ്രാൻഡ് ഫാദർ അത് പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ്? റാറ്റും സ്ക്വിറൽ, എലികളും അണ്ണാറക്കണ്ണന്മാരും ഒക്കെ ഒരേ സ്പീഷ്യൽ, ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്. അപ്പം അവർ പരസ്പരം മേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു യാഥാർത്ഥ്യം ഗ്രാൻഡ് ഫാദർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. So that's the end of all these question answers. Hope you understood. If you have any queries or questions related with this chapter, you can ask me in the comment section. Thank you for watching. Have a nice day, children. Stay safe, stay healthy.